നടപടിയെടുത്തിരിക്കുന്നത്. അവർ നേരിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരുടെ സസ്പെൻഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണോ? ഇതിന് മുകളിലേക്ക് ഇപ്പോൾ സൂപ്രണ്ടിലേക്കൊക്കെ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ല, മറ്റെല്ലാ ആശുപത്രികളിലും പരിശോധിച്ചാൽ അറിയാം. അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നിയന്ത്രണമില്ലാതെ തോന്നുംപടിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഒരു സൂപ്രണ്ട്, ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട്, 2 പേര് മാത്രമാണ് ഈ ഭരണ ചുമതല നിർവഹിക്കുവാനുള്ളത്. 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെ ഒഴിവ് നികത്താതെ വർഷങ്ങളായി അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ RMO അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ഭരണനിർവഹണം, ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകാനുള്ള ചുമതലപ്പെട്ട പദവികൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആരാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്? കാഷ്വാലിറ്റിയുടെ ചാർജുള്ള ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ നിലവിലില്ല, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ജനറൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്, ആ പോസ്റ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റെല്ലാ ആശുപത്രി കാര്യങ്ങളും പരിശോധിക്കുന്ന RMOയുടെ പോസ്റ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ബന്ധപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കേണ്ട ആൾക്കാർ ആ സ്ഥാനങ്ങളിലില്ല. പിന്നെ ഉള്ളത് ആകെ ഒരു സൂപ്രണ്ടും ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട്. ആ ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചുമതലയാണ്, അദ്ദേഹം അവിടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടത്ര ചികിത്സയോ മരുന്നുകളോ മറ്റ് സൗജന്യങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ എത്രയോ നാളുകളായി നടന്നുകൊണ്ട്. എത്രയോ സമരങ്ങൾ നടന്നു, പക്ഷേ യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇവിടെ 100-200ഓളം ഡോക്ടർമാരുടെ ഒഴിവുള്ളപ്പോഴാണ് ഇവിടുത്തെ 100ഓളം ഡോക്ടർമാരെ മന്ത്രി തൻ്റെ ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റായിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ജീവനക്കാരെ ഇവിടെ നിന്ന് മറ്റ് പല മെഡിക്കൽ കോളേജുകളിൽ അതിൻ്റെ ദേശീയ കൗൺസിൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടി, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ നിന്ന് ജീവനക്കാരെയും ഡോക്ടർമാരെയും മറ്റുള്ളവരും മാറ്റിക്കൊണ്ട് പോകുന്നതോടുകൂടി ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പ്രൊഫസർമാരുടെ പോസ്റ്റ് അങ്ങനെ മാറ്റിക്കൊണ്ടു പോകും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനവും രോഗികളുടെ ചികിത്സയും ഇവിടെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് മാത്രവുമല്ല, ലിഫ്റ്റിൻ്റെ കാര്യം ഇന്ന് ആദ്യത്തെ സംഭവമല്ല, മുമ്പ് പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ ഇത് ലിഫ്റ്റ് നന്നാക്കിക്കൊണ്ട് ആൾക്കാരെ അത് രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം 2010 മുതൽ ഞാൻ 3 നിലകളിലും നടന്നു കയറി പോണ ആളാണ്. കാര്യം ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നൊരു സാധ്യത എപ്പോഴും ഉണ്ട്. കാര്യം ഇവിടെ വർക്ക്ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നിൽക്കത്തില്ല. രാവിലെ വരുന്നു, ഒപ്പിടുന്നു, അവർ പോകുന്നു. അവർ എത്ര മണിവരെ അവിടെ ജോലി ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനമില്ല. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മെഡിക്കൽ കോളേജിൽ അമിതമായി കഴിഞ്ഞു. ഈ കുറച്ച് ഭരണപക്ഷത്തിൻ്റെ അനുകൂലമായി കുറേ ആൾക്കാരെ താൽക്കാലികമായോ അല്ലാതെയോ പലതരത്തിൽ അങ്ങ് നിയമിക്കുമ്പോൾ അവരാരും തന്നെ കൃത്യമായി ജോലിക്ക് വരാറില്ല. ഇപ്പോൾ 21 ലിഫ്റ്റുള്ള സ്ഥലത്ത് 18ഓളം ലിഫ്റ്റുകൾ നേരിട്ട് ആണ് പ്രവർത്തനം നടത്തുന്നത്. 2 ലിഫ്റ്റുകൾ സ്വകാര്യ ഏജൻസികൾ സ്റ്റാഫിനെ വെച്ചാണ് നടത്തുന്നത്. അത് എപ്പോഴും ആളുണ്ടാവും. അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവർ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ നേരിട്ടുള്ള ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ആൾക്കാർ ജോലിക്ക് വരാത്ത